കറി വെക്കാനും വറക്കാനും ഒക്കെ വെട്ടി നിറക്കുന്നതിന് മുന്നേ ഒരെണ്ണം എടുത്ത് ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പൊ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറു തീയിലിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ച് പൊടിയായി അരിഞ്ഞൊരു സവോളയും ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ഇളക്കി വഴറ്റി ഇതൊന്ന് വഴണ്ടി വന്നാൽ ചെറു കഷ്ണങ്ങളാക്കിയ ഒരു തക്കാളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മസാലയിലേക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് 1/4 കപ്പ് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഗ്രേവി ഒന്ന് തിളച്ച് വന്നാൽ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ച മീനും കൂടി ആ ഗ്രേവിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് മീൻ പൊതിഞ്ഞ് ഗ്രേവിയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ചെറു തീയിലിട്ട് തിരിച്ച് മറിച്ചു നോക്കിയിട്ട് 2 സൈഡും നല്ല പോലെ വേവിച്ചെടുത്ത് ഗ്രേവി ഒന്ന് തിക്കായി വന്നാൽ 1/4 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് കുക്ക് ചെയ്ത് ചാറൊക്കെ കുറുകി വന്നാൽ ചതച്ചെടുത്ത് കുറച്ച് കുരുമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ഇതിങ്ങനെ നല്ല ചൂട് പൊറോട്ടയുടെ മേളിലേക്ക് ആ മീൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് തേങ്ങാപ്പാലിൽ കുറുകിയ ഗ്രേവി ഇല്ലേ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കുതിർത്തിയെടുത്ത് ആ മീനും കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ ശരിക്കും അടിപൊളിയാ. അപ്പോൾ എങ്ങനാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ. അപ്പോൾ ഓക്കെ ബൈ.